നമസ്കാരം. ഈ കാണുന്നതാണ് തവേരയുടെ സ്റ്റെപ്പ് കവർ. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ, അത് പുതിയ വാഹനമാണെങ്കിലും പഴയ വാഹനമാണെങ്കിലും, പുതിയത് വെച്ചാലും ക്വാളിറ്റി ഉള്ളത് വെച്ചാലും ഇല്ലാത്തത് വെച്ചാലും ഏത് വെച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കോർണർ പോർഷൻ വെച്ചിട്ട് പൊട്ടിപ്പോവും. ഇവിടം വെച്ചിട്ട് പൊട്ടിപ്പോവും. ഈ ഒരു പൊട്ടൽ വരുമ്പോൾ ഈ ബോൾട്ട് വച്ചിരിക്കുന്ന ഭാഗത്ത് ഉള്ളിലായിട്ട് 2 ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ചെറിയ ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അടിയിൽ നിന്ന് സ്ക്രൂ ഇട്ടാണ് മുറുക്കുന്നത്. അവിടം വെച്ച് പൊട്ടി മാറിപ്പോകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ സ്റ്റെപ്പ് കവറല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇതിപ്പം ബാക്ക് ഇടതുവശമാണ് വരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വാഹനത്തിന് അത് പൊട്ടി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഈ ബാക്ക് ഇടതുവശത്തുള്ളത് മുന്നിൽ വലതുവശത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചു തരാം. ഈ കാണുന്നത് മുന്നിൽ വലതുവശത്തെ ഭാഗമാണ്. മുന്നിലത്തെ വീലും ഓവർടേക്ക് ഇൻഡിക്കേറ്ററൊക്കെ കാണുമ്പോഴേ അറിയാൻ പറ്റും, മുൻ സൈഡാണെന്ന് അറിയാൻ പറ്റും. ഈ മുന്നിൽ കിടക്കുന്നിടത്ത് പുറകിൽ ഇടതുവശത്തേക്ക് മാറ്റി നമുക്കിടാം. സ്റ്റെപ്പ് കവർ മാറ്റിയിടാം. അതുപോലെ തന്നെയാണ് ഇത് വലതുവശമാണ്. വലതുവശത്തതും പൊട്ടിയിട്ടുണ്ട്. കാര്യം 2 സൈഡിൽ നിന്ന് പാസഞ്ചർ വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റെപ്പ് കവർ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടുമ്പോഴും മുന്നിൽ ഇടതുവശത്ത് കിടക്കുന്നിടത്ത് വലതു ഭാഗത്തും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റെപ്പ് കവറിൻ്റെ വില എന്ന് പറയുന്നത് 380 ടാക്സും വരുന്നുവെന്നാണ് തോന്നുന്നത്. പല വിലയ്ക്കും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഏത് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്താലും ഈ കയറുന്നവർ, നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നവർ ഇങ്ങനെ ഈ സൈഡ് എഡ്ജിലൊക്കെ ഇങ്ങനെ ചവിട്ടി ഇത് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പം 2 വർഷത്തിന് മുകളിലോട്ട് ഒരു 3 വർഷമെങ്കിലും ആവും നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി വെച്ചിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുവരെയും വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പൊട്ടൽ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. സ്ട്രോങ് ആണ്. GMൻ്റെ ഒറിജിനൽ പാർട്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരുടെയെങ്കിലും വാഹനത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെപ്പ് കവർ ചേഞ്ച് ചെയ്തിടാം. അത് മുന്നിൽ കിടക്കുന്നിടത്ത് പുറകിലിടാം. ഈ മുന്നിൽ വലതുഭാഗത്ത് കിടക്കുന്നത് പുറകിൽ ഇടതുവശത്തായിട്ടും, ഈ വലതുവശത്തെ സ്റ്റെപ്പ് കവർ ചേഞ്ച് ചെയ്യാനായിട്ട് മുന്നിൽ ഇടതുവശത്ത് കിടക്കുന്നത് പുറകിൽ വലതുവശത്തേക്കും മാറ്റി നമുക്ക് ഇടാൻ സാധിക്കും. ഓക്കെ. ഈ കാര്യം പ്രധാനമായിട്ടും എടുത്ത് പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, ഈ മുന്നിലത്തെ സ്റ്റെപ്പ് കവർ പൊതുവെ എല്ലാ വാഹനത്തിനും സേഫായിട്ടാണ് ഇരിക്കുന്നത്. പുറകുവശമാണ് കൂടുതലും ഡാമേജ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്ത് പറഞ്ഞത്.